ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ആദ്യയുടെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ആദ്യക്ക് 8th ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം നമുക്ക് ഡെക്കറേഷൻസ് തന്നെ തുടങ്ങാം. ഒരു കുഞ്ഞു ഡെക്കറേഷൻ, എല്ലാവരും കൂടെ പെട്ടെന്ന് ബലൂണൊക്കെ വെച്ച് സെറ്റാക്കിയ ഒരു തട്ടിക്കൂട്ട് ഡെക്കർ എന്ന് പറയാം. ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ഒരു കുഞ്ഞു കേക്ക് കട്ടിങ്ങും പിന്നെ ഞങ്ങളും എൻ്റെ വീട്ടിൽ നിന്നുമായിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ചേർന്നിട്ടുള്ള ചെറിയൊരു ആഘോഷം. കുഞ്ഞായിരിക്കുമ്പോൾ ആദ്യം ഓരോ ബർത്ത്ഡേക്കും ഓരോരോ ആവശ്യങ്ങൾ പറയായിരുന്നു കേട്ടോ. ബാർബി കേക്ക് വേണം, അങ്ങനത്തെ കേക്ക്, ഇങ്ങനത്തെ കേക്ക്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് ഇത്ര ഗിഫ്റ്റ് വേണം. അപ്പോൾ 7th ബർത്ത്ഡേക്ക് വരെ പറഞ്ഞാൽ എനിക്ക് 7 ഗിഫ്റ്റ് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ പിന്നെ വലുതാവുന്നതിനനുസരിച്ച് കുറച്ചുകൂടെ സിംപ്ലിസിറ്റിയിലോട്ടാണ് വരുന്നത്. എനിക്ക് എന്തായാലും കുഴപ്പമില്ല, സിമ്പിളായാൽ മതി എന്നുള്ളൊരു ഐഡിയ ആണ് ഇപ്പോൾ പറയാറ്. ഇതാണ് കേട്ടോ അവളുടെ ബർത്ത്ഡേ കേക്ക്. അപ്പോൾ ഡ്രസ്സിൻ്റെ കളർ കൊടുത്തിട്ട് ഞങ്ങൾ തന്നെ മുക്കത്തൂന്ന് അൽബേഷ്യോന്ന് ചെയ്തെടുത്തതാണ്. നല്ല അടിപൊളി കേക്കായിരുന്നു. ടേസ്റ്റിലും ലുക്കിലും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഡ്രസ്സും അങ്ങനെ തന്നെ നമ്മൾ അവളെയും കൊണ്ടുപോയി എടുത്തതാണ്. സാധാരണ നമ്മൾ ഏത് ഡ്രസ്സ് എടുത്താലും അവൾ ആ ഒരു ദിവസം ഇട്ടിട്ട് പിന്നെ ചൊറിയുന്നു കുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റും കേട്ടോ. അപ്പോൾ പിന്നെ അവൾക്ക് കംഫർട്ടായത് തന്നെ എടുത്തു. അങ്ങനെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇപ്പം കുറേ ദിവസമായിട്ട് പിന്നെ അത് തന്നെ ഊരാത്തൊരവസ്ഥയിലാണ്. നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ പിന്നെ ഇത് തന്നെ കണ്ടിട്ടുണ്ടാവും. കുട്ടികൾ അങ്ങനെയാണല്ലോ. അവളുടെ ഉടുപ്പിന്റെ കളർ തന്നെയായിരുന്നു ബലൂണും എടുത്തത്, പക്ഷെ അതൊരു പാക്കറ്റ് ഡാമേജ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ അതങ്ങ് മാറ്റി ഞങ്ങളുടെ അടുത്തുള്ള വേറൊരു കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ആത്തിക്കുട്ടി കേക്ക് കഴിച്ചില്ല കേട്ടോ. അവളുടെ ബർത്ത്ഡേക്ക് തന്നെ കേക്ക് കഴിച്ചിട്ടില്ല. പിന്നെയാണോ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് എന്നുള്ള ഭാവത്തിലായിരുന്നു. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും പരസ്പരം കേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. നമ്മളിപ്പോൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ കിട്ടുന്ന മനസ്സിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് നടത്തുകയാണെങ്കിലും നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും അല്ലേ, അത് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. Happy birthday to you.